ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡാനിയൽ ബാലാജിയുടെ സലൂണിൽ പോയി നമുക്ക് നമ്മുടെ ഹെയറിനൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഇത് കാണുമ്പോൾ അവസാനം നിങ്ങൾക്ക് എന്നെ മനസ്സിലാവത്ത് പോലുമില്ല. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൂർപ്പുറമാണ്, ചെന്നൈ കോട്ടൂർപ്പുറത്താണ്. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടി ഞാനൊന്ന് ലെയർ കട്ട് അടിക്കാൻ പോവുകയാണ്. അപ്പം അല്ലൻ സലൂൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും കേട്ടോ. ഡാനിയൽ ബാലാജി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല വൈറലായിട്ടുള്ള ഒരു ചുരുണ്ട മുടിയൊക്കെ ഉള്ള നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരനുണ്ട്. അപ്പം ഏറെക്കുറെ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. അറിയത്തില്ലാത്തവരൊക്കെ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നതായിരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ്റെ സലൂണിലോട്ടാണ് നമ്മൾ പോകുന്നത്. എന്തായാലേ ആമ്പിള്ളേർക്ക് മുടി വെട്ടാൻ പോകുന്നത് മുടി വെട്ടുകട, സലൂൺ. അപ്പൊ നമ്മള് കോട്ടൂർപ്പുറത്തുള്ള പുള്ളിതൻ എടാ നിനക്കും വേണമെങ്കിൽ ഓർമ്മ വെട്ടിക്കോ. നമ്മുടെ കോട്ടൂർപ്പുറത്ത് ആ പുള്ളിക്കാരൻ തന്നെ മുടി വെട്ടാനുള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ. നമ്മൾ അതിൻ്റെ പ്രാന്തപ്രദേശത്തൊക്കെ വന്നു. ഇനി ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തേക്കുന്നത് 12 മണിക്കായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10-11 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നേരത്തെ എത്തി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ നിങ്ങളോട് കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് പിന്നെ നമ്മൾ ഇൻട്രോ പറഞ്ഞ് സമയം കളയണ്ടല്ലോ. അപ്പം ഞാൻ കളറൊന്നും ചെയ്യുന്നില്ല. എന്തായാലും അന്ന് നമ്മൾ കളറും കട്ടും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അതെ, അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അത് സാസിലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലൻ സലൂണിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ജസ്റ്റ് ലെയർ കട്ട് മാത്രമേ ഉള്ളൂ. ലെയർ കട്ട് കൊണ്ട് എൻ്റെ തലയ്ക്ക് എന്തൊക്കെ വ്യത്യാസം വരും എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അപ്പം ഇത് അഴിച്ചൊക്കെ നമ്മൾ എന്തായാലും അതെ, ഇത് മുടി അഴിച്ചിടുമ്പോൾ കോല എന്താണെന്നും കാര്യങ്ങളൊക്കെ എത്ര രൂപയായി എല്ലാം നമ്മൾ വീഡിയോ തന്നെ പറയുന്നതായിരിക്കും. അപ്പം നമ്മൾക്ക് നേരെ ഇനി അങ്ങോട്ടേക്ക് പോയിട്ട് കാണാം കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വിശേഷങ്ങളെല്ലാം കാണിക്കുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു ഹെയർ കട്ട് വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അത് ഹെയർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരും, എന്തായിരിക്കും ആ ഒരു ചേഞ്ച് നമുക്ക് വരും എന്നൊക്കെ അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ വീഡിയോ മൊത്തത്തിൽ കാണുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് അതെ, അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയേക്കാം. ആയോ, മേളോട്ട് പോകാം കേട്ടോ. പേടിയുണ്ട് മുടി വെട്ടണം വേണ്ടത്. എനിക്ക് ചില സമയത്ത് മുടി വെട്ടണം തോന്നിയാൽ പിന്നെ വെട്ടണം, അല്ലെങ്കിൽ ഒരു സമാധാനമില്ല. അങ്ങനെ വെട്ടാൻ വന്നേക്കുന്നതാണ് ഇപ്രാവശ്യം. എനിക്ക് അധികം ലെങ്ത് കുറക്കണം എന്നില്ല. പക്ഷേ ഒരു ലെയർ അടിച്ച് വരുമ്പോൾ എത്ര ലെങ്തിലാവും എന്നറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും പട്ടിവാല് പോയ ആറ്റ കിടക്കുന്നത്, അപ്പോൾ അതങ്ങ് പോയാൽ സമാധാനമാണ്. അങ്ങനെ നമ്മൾ സലൂണിനകത്ത് കയറി കേട്ടോ. അകത്ത് വെച്ചാൽ ഫ്രണ്ടിൽ പോവാണ്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പുറകെ പോവാണ്. അപ്പം നമ്മുടെ ഈ ഒരു സലൂൺ എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ആംബിയൻസ് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ളൊരു സലൂണാണ് കേട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് ഫുള്ളുള്ളത്. അപ്പം നമ്മൾ കുറേ നേരം ഇവിടെ പോസ്റ്റ് ആയിരുന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ സലൂണിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനല്ലാതെ വേറെ വഴിയില്ലല്ലോ. കാരണം പുള്ളിക്കാരൻ അവിടെ ഇല്ലായിരുന്നു. നമ്മൾ 12 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് എടുത്തിരുന്നത്. പക്ഷേ പുള്ളി ഒരു അരമണിക്കൂറൂടെ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ എത്തി. അപ്പം ഇപ്പോൾ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ മുടി അഴിച്ചിടുമല്ലോ. അഴിച്ചിട്ട് പുള്ളിക്കാരൻ മുടിയുടെ അവസ്ഥകളൊക്കെ നോക്കും. അതിപ്പം ആരും മുടി വെട്ടാൻ ചെന്നിട്ടുണ്ടെങ്കിലും പുള്ളി മുടിയുടെ അവസ്ഥ നോക്കും. എന്നിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു കേട്ടോ. ഇപ്പം മുടിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വാഷ് ചെയ്യാനായിട്ട് വിട്ടേക്കുവാണേ. അപ്പം എൻ്റെ മുടിയുടെ അവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളേ ഇല്ലായിരുന്നു താഴോട്ടേക്ക്. ഒരു പാതി ഭാഗത്ത് കഴിഞ്ഞ് താഴോട്ടേക്ക് നല്ല ഹെയർ ഡാമേജ് ആയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പുള്ളിയെ കണ്ടപ്പോഴേ ആദ്യം ചോദിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെയറിന് മാക്സിമം ലെങ്ത് കളയാതെ എങ്ങനെ എനിക്ക് മുടി ലെയർ കട്ട് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ലെയർ കട്ട് ചെയ്യുമ്പം നല്ല വൃത്തിക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ ആ എവിടെ വരെയാണോ ഉള്ള ഭാഗം അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞേ. അപ്പം ഏത് സിറമാണ് യൂസ് ചെയ്യുന്നത്, ഏത് കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്, എത്ര ദിവസം ഹെയർ വാഷ് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു. മുന്നേ ഏതെങ്കിലും ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളതാണോ, ഇതൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മുന്നേ ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണോ ഡാമേജ് വന്നതെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു ഹെയർ കളർ ചെയ്യുന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള ഡാമേജ് നമ്മുടെ മുടിക്ക് ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞേ. പിന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് കുറേ കാലമായിട്ട് ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. അത് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഒരു കാരണവശാലും കണ്ടീഷണർ യൂസ് ചെയ്യാതിരിക്കരുതെന്ന് പറഞ്ഞേ. ഇപ്പം ഞാൻ നിലവിൽ കണ്ടീഷണറൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതാണെന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയാവേ. അപ്പം ഇപ്പം നമ്മുടെ ഹെയർ വാഷിങ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ക്രീമും കൂടി ഇവർ അപ്ലൈ ചെയ്യുന്നുണ്ട് തലയിൽ. ആ ക്രീമും കൂടി അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു 5 മിനിറ്റോളം വെച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വാഷൊക്കെ ചെയ്ത് തലയെക്കെട്ടൊക്കെ ഇട്ട് ചപ്പുറത്ത്
ഓർത്തുകൊണ്ട് ഇരുത്തിയിട്ട് ഇനിയും പുള്ളിക്കാരൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ മുടിയുടെ ചെടയൊക്കെ നന്നായിട്ട് കളയും. അതിന് ശേഷം മാത്രമേ ഡാനിയൽ ബാലാജി മുടി വെട്ടാനായിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പുള്ളി ഇതെല്ലാം ചെയ്ത് നമ്മുടെ മുടി നല്ല സ്ട്രെയിറ്റ് ആക്കി ഇനി വെട്ടിയാൽ മാത്രം മതി എന്നുള്ള പരിവാക്കി കൊടുക്കും കേട്ടോ. അപ്പം പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു ഹെയർ നല്ല ഡാമേജ് ഉള്ളത് കൊണ്ട് ലെങ്ത് അധികം ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ലിപ്സ്റ്റിക്കും കൺമഷിയും ഒന്നും ഇല്ലാഞ്ഞിട്ട് അങ്ങ് സമാധാനം വരുന്നില്ല. അപ്പോൾ ഞാൻ ഇച്ചാനോട് ചോദിച്ചു ലിപ്സ്റ്റിക് കേട്ടെ എന്ന്. അപ്പോൾ ഇച്ചാൻ പെർമിഷൻ തന്നു. ഞാൻ അപ്പം തന്നെ എടുത്ത് ലിപ്സ്റ്റിക്കും കൺമഷിയും ഒന്ന് പെട്ടെന്ന് അപ്പോഴല്ലേ വീഡിയോയ്ക്കകത്ത് പക്ഷേ ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട് കേട്ടോ. കാരണം അവിടുത്തെ ലൈറ്റിങ്ങും ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് കുറച്ച് ഡാർക്ക് സീനാണ്. നോക്കിയാൽ അറിയാം ഞാനൊരു മറ്റേ അനബെല്ലയ്ക്കകത്തെ പ്രേതത്തിനെ പോലെ ചെറിയൊരു ലുക്കിലായിരിക്കുകയാണ്. ചെറിയൊരു അബദ്ധം പറ്റിയതാണ്, നാറ്റിക്കരുത്. അപ്പം ചെറുതായിട്ട് ഇടാറുള്ളൂ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക്. ചെറുതായിട്ട് കൈവിരലൊക്കെ എടുത്തിട്ടൊന്ന് ടച്ച് ചെയ്ത് ഇടാറേ ഉള്ളൂ. പക്ഷേ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തങ്ങ് പൂശി വിട്ടതാണ് കാണുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ വന്നു. പിന്നെ മുടി ഒന്നും കൂടെ ഒക്കെ ഒന്ന് ചീകിയിട്ട് ഇനി വെട്ടൽ പരിപാടിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത്രയും നീളമായിരുന്നു എൻ്റെ മുടിക്ക് ടോട്ടലി ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം അടിയിലോട്ട് ഒട്ടും ഉള്ളില്ല, എലിവാല് പോലെ കിടക്കുവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മുടി വെട്ടിപ്പം ഒരു സങ്കടവും ഇല്ലായിരുന്നു. കുറച്ച് വൃത്തിക്കെങ്കിലും കിടക്കട്ടെ എന്നുള്ളൊരു മൈൻഡ് മാത്രം ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി അത്ര അങ്ങ് വെട്ടിയിട്ട് പിന്നെ തുടങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുള്ളി വീണ്ടും മുടിയെ പറ്റിയുള്ള കാര്യങ്ങൾ തന്നെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ലാസ്റ്റ് ഒരു കണ്ടീഷണറിൻ്റെ കാര്യം പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതങ്ങ് മറന്നുപോയി. പിന്നെ ഞാനിപ്പം യൂസ് ചെയ്യുന്ന കണ്ടീഷണർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോറിയലിൻ്റെ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോറിയലിൻ്റെ ഹെയർ സിറം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് സീക്രട്ട് ഹെയർ കെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളെ മുടിക്ക് വേണ്ടി ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ അല്ലാതെ വലിയ കെയർ ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. അപ്പം ചെറുതായിട്ട് വലിയ താരനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പുള്ളി പറഞ്ഞ കുറച്ച് താരനൊക്കെ ഉണ്ടെന്നായിരുന്നു അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു. പിന്നെ വെട്ടി താഴെ മുടി വീഴാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്താവും, നീളം വല്ലാതെ ഇല്ലാതായി പോവോ എന്നൊക്കെ എനിക്കൊരിതുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇച്ചാനെ കണ്ടിട്ട് നോക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കണ്ടോ. അപ്പം ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താവും അവസാനം എന്നുള്ളൊരു ടെൻഷൻ ഇടയ്ക്ക് ഇല്ലാതിരുന്നു. അപ്പം ഇങ്ങനെ ഞാൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, നീളം കുറയ്ക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ പുള്ളി പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്നു. അപ്പം ഇനിയിപ്പം ലെയർ അടിച്ച് ഫ്രണ്ടിൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാധനം വന്നു കയറിയിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ഫ്രണ്ടിൽ മുടിക്ക് തിക്നെസ് അത്യാവശ്യം കുറവാണ്. അപ്പം പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഫ്രണ്ടിൽ കണ്ടോ ഇതുപോലെ ചെറുതായിട്ടങ്ങ് വെട്ടിയിട്ടു. അപ്പം വെട്ടിയിട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമുക്ക് മുടി വെട്ടുന്ന ദിവസമൊക്കെ ഭയങ്കര ത്രില്ലിങ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു എനിക്കും അപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ മുടി വെട്ടിയിട്ട് ചെറുതായിട്ട് പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് പറയുക. അപ്പം എൻ്റെ അങ്ങ് തീരെ ചെറുതായി പോയിട്ടൊന്നും ഇല്ല കേട്ടോ. എനിക്ക് എന്തായാലും ഫൈനൽ ഔട്ട്പുട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴാണെങ്കിലും കുറേ ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് മുടി വെട്ടിയതിനോട് ഇഷ്ടക്കുറവൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് കാണാനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഒരു രസമാണല്ലോ മുടി വെട്ടുന്ന വീഡിയോ കാണാനായിട്ട്. അപ്പം ഈ ഡാനിയൽ ബാലാജിയുടെ സലൂണിൽ ഞാൻ പോകാൻ കാരണം എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീലുണ്ട്. അത്യാവശ്യം ഞാൻ തുടക്കത്തിൽ കാണിച്ചല്ലോ, നല്ല വൈറലായിട്ടുള്ള റീലുകളും ഫേമസ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടും ഒക്കെയാണ് പുള്ളിക്കാരനുള്ളത്. അപ്പം ഞാനതിൽ കയറി ഇങ്ങനെ തുടർച്ചയായിട്ട് റീല് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതായത് ഓരോരുത്തരുടെ മുടി വെട്ടുന്നതും കളർ ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കും കൂടെ ഒന്ന് ചെയ്യാൻ തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാനും അൻലൈൻ സലൂണിലേക്ക് എത്തുന്നത്. അപ്പം ഇവർക്ക് 2-3 ബ്രാഞ്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ നിന്നുള്ളത് അടുത്ത് ഉള്ള സലൂണിലാണ് ഞാനിപ്പോൾ പോയേക്കുന്നത് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഫ്രണ്ടിൽ പിടിച്ച് ഇങ്ങനെ ആ ഒരു ഫ്രണ്ടിലെ ലെയർ വരുന്ന ആ ഒരു കട്ടിങ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എഴുന്നേറ്റ് നിന്ന് അവിടെ തന്നെ നിർത്തി വെട്ടി അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ ചെന്ന് ഇരുന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ലെയർ അടിച്ചത്. അപ്പം ഇപ്പം ലെയർ അടിക്കുമ്പം എനിക്ക് ടെൻഷനേ ഇല്ലാത്ത അവസ്ഥയിലേക്കായി. അപ്പം എന്തെങ്കിലും ആവട്ടെ, എന്തായാലും അവസാനം ഒരു നല്ല ഔട്ട്പുട്ട് കിട്ടുമായിരിക്കും. കാരണം റീല് കണ്ടുള്ള കോൺഫിഡൻസിൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് പോയത്. അപ്പം ആ കോൺഫിഡൻസിന് തകർച്ചയൊന്നും വന്നില്ല. പിന്നെ കളറൊന്നും ഞാൻ ഇപ്രാവശ്യം ചെയ്യുന്നില്ല കേട്ടോ. കളറൊന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരു പ്രാവശ്യം കളർ ചെയ്തോടെ എനിക്ക് അത്യാവശ്യം ആ ഒരു കളർ ചെയ്യണം എന്നുള്ളൊരു മോഹം, ഇനി എപ്പോഴെങ്കിലും മോഹം വരുവാണെങ്കിൽ നമുക്ക് അപ്പം ചെയ്യാലോ എന്നുള്ള മൈൻഡിലാണ് നിൽക്കുന്നത്. പിന്നെ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ച് പൈസയും നല്ല കൂടുതലായിരിക്കും. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ മാത്രമേ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഇതിന് എത്രയാണ് കോസ്റ്റ് ആവുന്നത്, കാര്യങ്ങളൊക്കെ എത്രയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നതൊക്കെ ഞാൻ അവസാനം നിങ്ങളോട് പറയാവേ. അപ്പം ഇനിയിപ്പോൾ കട്ടിങ് പരിപാടികളൊക്കെ നടക്കട്ടെ. ഇനിയും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഇതിന് ഒരുപാട് ടൈം ആകത്തുമില്ല കേട്ടോ. ഹെയർ കട്ടിങ് മാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി വന്നു കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ
മണിക്കൂറിനുള്ളിൽ ഹെയർ കട്ടിങ് കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഏറെക്കുറെ ഇപ്പം ലെയറിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണിത് കിടക്കുന്നത്. അപ്പോൾ പുള്ളി ഫ്രണ്ടിലോട്ട് കാണിച്ചു തരുവാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം, ഇങ്ങനെയൊക്കെ കിടക്കും എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് സിറവും ഹെയർ കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി അങ്ങനെ തന്നെ നമുക്ക് സ്റ്റൈൽ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ പുള്ളിക്കാരി വന്ന് നമുക്ക് ഹെയർ ഒന്നുകൂടെ സെറ്റ് ചെയ്യുവാണ്. അപ്പം ഹെയർ സെറ്റിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത്ര നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള സെറ്റിംഗ് അല്ലായിരുന്നു പുള്ളിക്കാരി ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി ഹെയർ കട്ട് മാത്രം ചെയ്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിനുള്ളിൽ അങ്ങനെയൊക്കെ ചെയ്യുള്ളായിരിക്കും, അതുകൊണ്ടായിരിക്കുമേ. കാരണം മുന്നേ ഞാൻ എവിടെയായിരുന്നു സാസിലിൽ ചെയ്തിട്ടുണ്ടായിരുന്നപ്പം ഹെയർ അതുപോലെ തന്നെ അനങ്ങാതെ കിടക്കുന്ന പോലെ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. ഇത് അത്രയ്ക്ക് പെർഫെക്ഷനൊന്നും ഇല്ലായിരുന്നെങ്കിലും ഹെയർ കട്ടിങ് സംഭവമൊക്കെ വന്നപ്പം അടിപൊളിയായിരുന്നു. അപ്പോൾ പുള്ളി പിന്നെയും വന്നു സെറ്റിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നിട്ട് പിന്നെയും കാണിച്ചു തന്നു ഇങ്ങനെയൊക്കെ മുടി ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഹെയർ സിറം ഇട്ടിട്ട് മുടി ഒന്ന് നമ്മൾ വട്ടത്തിലൊന്ന് കറക്കി എടുത്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ കിടക്കുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മുടിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം കണ്ട എൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ലുക്ക് മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എങ്ങനെയാണെന്നുള്ള കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ കുറച്ച് എന്താ പറയുക ട്രഡീഷണൽ അല്ലാത്ത ഡ്രസ്സൊക്കെ വെയർ ചെയ്യുമ്പം നമുക്ക് മുടി എങ്ങനെയുണ്ടെന്ന് കൺഫ്യൂഷനാണ്. മുടി ഭയങ്കരമായിട്ട് നീണ്ടു കഴിയുമ്പോൾ എനിക്കങ്ങനെയാണ് കേട്ടോ. മുടി പിന്നിടാനും പറ്റത്തില്ല, മുടി മേളിൽ കെട്ടി വെക്കാനും പറ്റത്തില്ല. ഇല്ലെങ്കിൽ എനിക്ക് എപ്പോഴുള്ളൊരു സ്റ്റൈലുണ്ട്, മുടി മേളിലോട്ട് വട്ടത്തിലെടുത്ത് ചുരുട്ടി കെട്ടി അങ്ങ് വെക്കും. അപ്പോൾ അങ്ങനെ കെട്ടി വെക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷനൊക്കെയാണ്, സുഖമൊക്കെയാണ്, ചൂടത്ത് കൂടുതൽ സുഖമാണെന്നൊക്കെ പറഞ്ഞാലും എപ്പോഴും അത് തന്നെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുമ്പം മാത്രമല്ല എനിക്ക് ഇടയ്ക്ക് മുടി ഒന്ന് വെട്ടാൻ തോന്നിക്കഴിഞ്ഞാൽ വെട്ടിയാലേ സമാധാനമുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പം നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് ദേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കിഷ്ടപ്പെട്ടു, ഇച്ചാനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. എന്തായാലും എന്താ എൻ്റെ മുടിയുടെ അറ്റം നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. അതായത് അഹങ്കാരോ ജാടയൊന്നും ഇല്ല, നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു, നന്നായിട്ട് മുടിയും വെട്ടി തന്നു. അപ്പം ഞാൻ വിചാരിച്ച പോലെ ഈ ലെങ്തായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അടിയിലോട്ട് നല്ല ഉള്ളുള്ള മുടിയായിരുന്നിരിക്കണം. എനിക്ക് പക്ഷെ അങ്ങനെ ഉള്ളില്ലാത്തത് കൊണ്ട് പുള്ളി പറഞ്ഞു ഈ ഒരു ലെങ്തിലാക്കി തരാം. പിന്നെ മാക്സിമം പുള്ളിയെ കൊണ്ട് പറ്റുന്നത്ര ലെങ്ത് തന്നെ നിങ്ങൾക്ക് ആക്കി തന്നിട്ടുണ്ട്, അല്ല എനിക്കാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി ഹെയർ കട്ട് മാത്രം ചെയ്തിട്ടുള്ളൂ 2500 പ്ലസ് GST 2925 rupees. അതെ, എക്സാക്ട്ലി 2995 രൂപയാണ് എനിക്കിതിന് കോസ്റ്റ് അയക്കുന്നത്. അപ്പം വേറെന്താ, ഹെയർ കട്ട് മാത്രമായിട്ടുള്ള വേറെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കുളിച്ച് കഴിയുമ്പോൾ എൻ്റെ ഒറിജിനൽ മുടി തിരിച്ചു വരും. എൻ്റെ ഒറിജിനൽ മുടി തിരിച്ചു വന്നാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. എന്തായാലും ചുരുണ്ടമുടിയൊന്നും അല്ലല്ലോ, പിന്നെ കുറച്ച് ഈ ഒരു സ്ട്രെയിറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു പരുവങ്ങ് മാറും, അത്ര വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗിൽ ഞാൻ കുളിച്ച് കഴിഞ്ഞാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒറിജിനൽ മുടി കാണും. അങ്ങനെയല്ല, കുളിച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ എൻ്റെ ഒറിജിനൽ തല കാണാവുന്നതാണ്. അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഓടി വരാം അല്ലേ. ഇച്ചാൻ ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇച്ചാൻ പറഞ്ഞായിരുന്നു ഇവിടെ വരെ ആക്കിക്കോളാൻ പറഞ്ഞിട്ടാണ് വന്നത്. ഏതായാലും അങ്ങനെ തന്നെ ആയി. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാമല്ലോ. അടിച്ചു ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ.